തൃക്കാരിയൂർ തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നവീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. സാമാന്യ നല്ലൊരു മഴ പെയ്താൽ തൃക്കാരിയൂരുള്ള മുണ്ടുപാലം വെള്ളത്തിൽ മുങ്ങി കോതമംഗലത്തെ പ്രധാന റോഡായ കോട്ടപ്പടി റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവാണ്. തൃക്കാരിയൂർ ടൗണിലെ വ്യാപാരികളും ഒട്ടേറെ കുടുംബങ്ങളും എല്ലാ വർഷവും വെള്ളപ്പൊക്ക സമയത്ത് വാഹന ഗതാഗതം മുടങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷൻ അംഗം PAM ബഷീർ ഇടപെട്ടുകൊണ്ട് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. തൃക്കാരിയൂർ തോട്ടിൽ നിന്നും 1800 മീറ്റർ നീളത്തിൽ മണ്ണും ചെളിയും നീക്കം ചെയ്ത് ജലമൊഴുക്ക് തടസ്സമില്ലാതാക്കിയാണ് നവീകരിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. 2 മഴ തുടർച്ചയായി പെയ്താൽ നമ്മുടെ തൃക്കാരിയൂർ മുണ്ടുപാലം ഉൾപ്പെടെ നമ്മുടെ ഈ പ്രദേശത്തോളം 10-50ഓളം കുടുംബങ്ങളിൽ വെള്ളം കയറി അവരെ നമ്മൾ ഈ സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലവും എന്റെ മുന്നിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഒരു ഓപ്പൺ ജിം തൃക്കാരിയൂരിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വാർഡിൽ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഇടപെടലുണ്ടാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര, സൗമ്യ ശശി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ കൊട്ടാരം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിനി രവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫൗസിയ ഷിയാസ്, സത്താർ വട്ടക്കുടി, ആന്റണി ജോസഫ്, ഷെൽജ ജോസ്, അസീസ് മാമോളം, അജി സിരമല്ലൂർ, രാഹുൽ തങ്കപ്പൻ, അൻഷാദ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അലി പടിഞ്ഞാറേച്ചാലിൽ, നാസർ വട്ടേക്കാടൻ, സുരേഷ് ആലപ്പാട്ട്, EM മൈക്കിൾ, MA കരീം, പരീത് പട്ടമാവുകുടി, വിജിത് വിജയൻ, പ്രവീൺ കുമാർ, ചന്ദ്രലേഖ ശശിധരൻ, ശ്രീദേവി ബാബു, റഹ്ന നൂറുദ്ദീൻ, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.